ായിട്ട് ഗുരുവായൂരപ്പന് കയർ വഴിപാട് സമർപ്പിക്കാം. അപ്പൊ അതിന് പുറകിൽ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഉണ്ണിക്ക് ഇങ്ങനെ അഹമ്മദി കൂടിയിട്ട് യശോദാമ്മ സഹിക്കാൻ സാധിക്കാതെ ഉണ്ണിയെ പിടിച്ച് കെട്ടിടാനായിട്ട് തീരുമാനിച്ചു. ഊരലിൽ കെട്ടിടാനാണ് കേട്ടോ തീരുമാനിക്കണത്. അങ്ങനെ യശോദാമ്മ കയറൊക്കെ ആയിട്ട് വന്ന സമയത്ത് ഉണ്ണിക്ക് മനസ്സിലായി തന്നെ ഇപ്പൊ കെട്ടിടാൻ പോകുകയെന്ന്. ഉണ്ണി ഓടടാ ഓട്ടം യശോദാമ്മയുടെ ഗൃഹത്തിന് ചുറ്റുമാണ് കേട്ടോ ഉണ്ണി ഓടുന്നത്. പിന്നാലെ കയറുമായിട്ട് യശോദാമ്മ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പൊ എത്ര ഓടിയിട്ട് യശോദാമ്മയ്ക്ക് നമ്മുടെ ഉണ്ണിനെ പിടികിട്ടണില്ലേ? നമ്മുടെ ഉണ്ണീനെ ആർക്കെങ്കിലും പിടി കിട്ടുമോ? അങ്ങനെ ഓടി അവസാനം യശോദാമ്മ മുന്നിലായി, നമ്മുടെ ഉണ്ണി പുറകിലായിട്ടോ. അങ്ങനെ യശോദാമ്മയ്ക്ക് പിടി കിട്ടാതെ ആ ബുദ്ധിമുട്ടും ഓട്ടോ ഒക്കെ ആയിട്ട് കിതയ്ക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അമ്മയ്ക്ക് വയ്യാതെ ആകണമെന്ന് കണ്ടപ്പോൾ ഉണ്ണി പിടി കൊടുത്തു കേട്ടോ അമ്മയ്ക്ക്. അങ്ങനെ യശോദാമ്മ വേഗം ഉണ്ണീനെ പിടിച്ചു. ആ കൊണ്ടുവന്ന കയറും ഉപയോഗിച്ചിട്ട് ഉരലിങ്ങനെ കെട്ടിടാനായിട്ട് നോക്കുക. അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും ഈ കയർ അങ്ങോട്ട് എത്തണില്ല. ഒരു 2 വിരലിന്റെ നീളം കുറവുണ്ട് കേട്ടോ കയറ്. അങ്ങനെ യശോദാമ്മ പിന്നെയും കയറെടുക്കാനായിട്ട് പോകുന്നു, പിന്നെയും വരുന്നു. അങ്ങനെ യശോദാമ്മയ്ക്ക് ആകെ ബുദ്ധിമുട്ടായി. അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഗോപികമാരൊക്കെ ഉണ്ട്. അവർക്കും വലിയ ഉത്സാഹം. കാരണം ഉണ്ണീനെ കെട്ടിടാനായിട്ട് പോകല്ലേ. അവർ പറയേ യശോദാമ്മയുടെ അടുത്ത്, കണ്ടേ യശോദേ, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ എന്നിട്ട് ഉണ്ണിക്ക് നന്നായി കുറുമ്പ് കൂടിയിട്ടുണ്ടെന്ന്. അപ്പോഴൊന്നും നീ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ കണ്ണന്റെ അഹമ്മദി എന്ന് പറഞ്ഞു. ഇത്ര അഹമ്മദി ഉണ്ടെങ്കിൽ ഇവൻ ഇപ്പൊ തന്നെ പിടിച്ച് കെട്ടിയിടണം, ഇവിടെ കിടക്കട്ടെ അവൻ എന്ന് പറഞ്ഞിട്ട് യശോദാമ്മ പിന്നെയും കെട്ടിടാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കയറ് എത്തുന്നില്ല എന്ന് കണ്ടപ്പോ ഈ ഗോപികമാര് പറയാ, ഞങ്ങൾ കൊണ്ടുവന്ന് തരാൻ കയറുന്നു. കാരണം അവർ ഉത്സാഹത്തോടെ കണ്ണനെ കെട്ടിയിടണം തന്നെ അവർ പറയണതേ. അത്രയ്ക്ക് രസം അത് കാണാനുമായിട്ട്. അങ്ങനെ ഇവരെല്ലാവരും കയറെടുക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പൊ ഈ തൈര് ഇങ്ങനെ കടയുന്ന ആ കടകോലിൽ കെട്ടിയിടുന്ന കയറുണ്ടല്ലോ, ആ കയറ കൊണ്ടുവരുന്നേ. അപ്പൊ ഈ തൈര് ഇങ്ങനെ കടഞ്ഞിട്ട് ആ കയർ കുറച്ച് മിനുസായിട്ടുണ്ടാവും. കൂടുതൽ മിനുസായി കഴിഞ്ഞാൽ കടകോല് അതിലിരിക്കില്ലേ. അങ്ങനെ ആ കയർ മാറ്റിയിട്ട് പുതിയ കയർ വെക്കും. അങ്ങനെ ഈ മാറ്റി വെച്ച മിനുസുള്ള കയറുകൾ കുറേ ഉണ്ടേ. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് യശോദാമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ യശോദാമ്മയുടെ കിതപ്പൊക്കെ ഒന്ന് മാറി കേട്ടോ. കാരണം ഇനിയിപ്പോ കയറെടുക്കാനായിട്ട് ഓടണ്ട, ഉണ്ണിയെ പിടിക്കാനായിട്ട് ഓടണ്ട, കെട്ടിയിട്ടാൽ മാത്രം മതിയില്ലേ. അപ്പൊ ആ ഒരു ആശ്വാസത്തിലാണ് യശോദാമ്മയുടെ കിതപ്പൊക്കെ ഒന്ന് മാറിയത്. അപ്പൊ നമ്മുടെ ഉണ്ണിക്കണ്ണൻ തീരുമാനിച്ചു അത്രേ, യശോദാമ്മയ്ക്ക് കയർ കൊണ്ടുവന്ന് കൊടുത്തതുപോലെ ആര് ഗുരുവായൂരപ്പന് കയർ കൊണ്ടുവന്ന് കൊടുത്താലും അവരുടെ അസുഖം, അതായത് ശ്വാസം മുട്ട്, വലിവ്, കിതപ്പ് അങ്ങനെയുള്ള അസുഖങ്ങളില്ലേ, അതെല്ലാം മാറ്റിക്കൊടുക്കാന്ന്. അങ്ങനെയാണെന്ന് കയർ കൊണ്ടുവന്ന് കൊടുത്താല് ഗുരുവായൂരപ്പന് സമർപ്പിച്ചാല് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് പറയുന്നത്. കാരണം ഈ കയർ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേ ഭഗവാന് ഓർമ്മ വരുന്നത് യശോദാമ്മ പുറകെ ഇങ്ങനെ ഓടിച്ചതും ഉരലിൽ കെട്ടിയിടുന്നതും ഗോപികമാര് കയർ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ. അപ്പൊ ആ ഒരു ഓർമ്മകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഭഗവാൻ ഈ വക അസുഖങ്ങൾ, അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കയർ വഴിപാട് സമർപ്പിച്ചാലേ അതിനൊരു ആശ്വാസം ലഭിക്കും, അത് മാറിക്കിട്ടുമെന്ന് പറയുന്നത് കേട്ടോ.